السلام عليكم ورحمة الله وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സ്വയം ആത്മകഥം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വേള നാളെ പരലോകത്ത് വിചാരണകൾ പൂർത്തിയാക്കിയ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്രഖ്യാപിക്കുകയുണ്ടായി, കുല്ലുക്കും ദാഖിലൂനൽ ജന്ന ഇല്ലാ റജുലുൻ വാഹിദ്, എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ, എല്ലാവരും വിജയിച്ചിട്ടുണ്ട്, ഇല്ലാ റജുലുൻ വാഹിദുൻ, ഒരേ ഒരാൾ ഒഴികെ. ഒരാൾ മാത്രം പരാജയപ്പെടുകയും ബാക്കി മുഴുവൻ ആൾക്കാരെയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്, വിചാരണകൾ പൂർത്തിയാക്കി എന്നൊരു പ്രഖ്യാപനം ഉണ്ടായാൽ ലഖിഫ്തു അൻ അകൂന അനഹുവ, ഞാൻ ഭയക്കുന്നുണ്ട് പരാജയപ്പെട്ടു പോയ ഏക വ്യക്തി അത് ഞാനാകുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അതുപോലെ തന്നെ അദ്ദേഹം തുടർന്ന് പറഞ്ഞു, ഇനി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനമുണ്ടായത് ഇങ്ങനെയാണ്, കുല്ലുക്കും ദാഖിലൂനൻ ജന്നാർ, എല്ലാവരും നരകത്തിൽ പൊക്കോളൂ, എല്ലാവരും പരാജയപ്പെട്ടിരിക്കുന്നു, ഇല്ലാ റജുലുൻ വാഹിദുൻ, ഒരേ ഒരാൾ ഒഴികെ ഒരാൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനമുണ്ടാൽ റജൗതു അൻ അകൂന അനഹുവ, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരാൾ ഞാനാകുമെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവിടെ ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് അള്ളാഹുവുമായിട്ട് വേണ്ട ഒരു ആത്മബന്ധത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ തെളിയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു അടിമയ്ക്ക് ഉടമയോടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു ശൈലിയാണ്, ഒരു രൂപമാണ്. അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ് അള്ളാഹു എന്നതിൽ തർക്കമില്ല. എന്നാൽ ആ കാരുണ്യത്തിൽ പ്രതീക്ഷ വെക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശക്തമായി ശിക്ഷിക്കുന്നവൻ കൂടിയാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുകയും ചെയ്യുന്നൊരു മാനസികാവസ്ഥയിലൂടെയാണ് വിശ്വാസി കടന്നു പോകേണ്ടത്. വ്യക്തമായി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും നടുവിൽ, ബൈനൽ ഖൗഫി വറജഅ, ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും നടുവിലൂടെയാണ് ഒരു വിശ്വാസി കടന്നു പോകേണ്ടത്. അള്ളാഹുവിൻ്റെ കാരുണ്യം അത് എത്രത്തോളം വിശാലമാണ് എന്ന് റസൂലുള്ളാഹി ഒരിക്കൽ വിശദീകരിക്കുന്നുണ്ട്. പുണ്യനബി പറയുന്നുണ്ട്, അള്ളാഹു കാരുണ്യത്തെ പടച്ചു, സമ്പൂർണമായ കാരുണ്യം എന്ന വികാരത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് അതിൻ്റെ 99% കാരുണ്യവും അള്ളാഹു ജല്ല സുബ്ഹാനഹു വ തആല തന്റെ പക്കൽ പിടിച്ചു വെച്ചു. ബാക്കി അവശേഷിച്ച ഒരേ ഒരു ശതമാനം മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലേക്ക് നിക്ഷേപിച്ചു. ഈ ലോകത്ത് മനുഷ്യർക്കിടയിൽ, മറ്റു സൃഷ്ടിചരാചരങ്ങൾക്കിടയിലും പങ്കുവെക്കപ്പെടുന്ന കാരുണ്യവും സ്നേഹവും ഈ ഒരു ശതമാനത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ 99% സ്നേഹവും കാരുണ്യവും അള്ളാഹുവിന്റെ പക്കൽ അവശേഷിക്കുമ്പോൾ ആ കാരുണ്യത്തിന്റെ വിശാലതയെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ, അതൊരു കാഫിറാണെങ്കിൽ പോലും, ഒരു സത്യനിഷേധിയാണെങ്കിൽ പോലും, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന പക്ഷം അവന് സ്വർഗത്തിന്റെ വിഷയത്തിൽ പ്രതീക്ഷയുണ്ടാകുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ വിഷയത്തിൽ അയാൾ പ്രതീക്ഷ വെച്ചു പുലർത്തും. കാരണം അത്രയേറെ നന്ദി കെട്ടവനായി താൻ ജീവിച്ചിട്ടുണ്ടെങ്കിലും, താൻ എത്ര വലിയ കാഫിറാണെങ്കിലും, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയിൽ എനിക്ക് ഇടം കിട്ടിയാൽ എനിക്കും സ്വർഗം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടായിരിക്കും ഒരു അവിശ്വാസി പോലും ജീവിക്കുക എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യതയും തീവ്രതയും ഒരു വിശ്വാസി മനസ്സിലാക്കിയാൽ, യഥാവിധി അള്ളാഹുവിനെ ആരാധിക്കുന്ന അടിയുറച്ച ഈമാനുള്ള ഒരു യഥാർത്ഥ വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബിന്റെ തീവ്രതയും ശക്തിയും മനസ്സിലാക്കുന്ന പക്ഷം അവൻ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും നിർഭയനാകാൻ കഴിയില്ല. അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഉറപ്പിക്കാൻ അവനെ കൊണ്ട് ആവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഇത് നമ്മൾ കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരത്തിലൊരു ഭയത്തിലൂടെ കടന്നു പോകുന്നില്ല.
ഉമറിന്റെ ഭയം നമുക്കില്ല. നമുക്ക് ഉമറിനും ഉള്ളതിനേക്കാൾ വലിയ പ്രതീക്ഷയും ഉറപ്പുമായി നടക്കുന്നത്. ഈ പരലോകത്തിന്റെ വിഷയത്തിൽ ഇത്രയേറെ ആത്മവിശ്വാസത്തോടെ ഒരു സമൂഹം മുമ്പ് ഒരിക്കലും കടന്നു പോയിട്ടുണ്ടാകില്ല. നമുക്ക് വലിയ ഉറപ്പാണ്. നമ്മുടെ സ്വർഗത്തിന്റെ വിഷയത്തിൽ നമുക്ക് ആർക്കും ആശങ്കകളില്ല. നമ്മൾ നമസ്കരിക്കുന്നവരാണ്, നമ്മൾ മുസ്ലിം നാമധാരികളാണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, നമ്മൾ യഥേഷ്ടം അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സ്വർഗത്തിനുള്ളതെല്ലാം എന്റെ കൈവശം ഒക്കെയാണ്. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം, ഞാനും എന്റെ സംഘടനയും സ്വർഗത്തിനാണ്, എന്റെ ആശയക്കാർക്കെല്ലാം സ്വർഗമായിട്ടുണ്ട്, അവരെന്റെ സ്വർഗത്തിൽ മാത്രമേ എനിക്ക് ആശങ്കയുള്ളൂ എന്നതാണ് ഈ കലിയുഗത്തിൽ നമ്മൾ പല വ്യക്തികളുടെയും നിലപാട് എന്നുള്ളത്, നമ്മുടെ ചിന്ത എന്നുള്ളത്. ഈ സംഘടനാപരമായി നോക്കിയാൽ തീർത്തും അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാക്കുന്ന വിധത്തിലുള്ള സമീപനങ്ങളാണ് പൊതുവേദികളിൽ നിന്ന് പോലും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈ പൊതുവേദികളിൽ മതപ്രബോധകരായി കടന്നു വരുന്ന പ്രഭാഷകന്മാർ പോലും മൈക്ക് കെട്ടിവെച്ച് പ്രഭാഷണം നടത്തുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഈ എതിർ സംഘടനക്കാരുടെ നരകത്തെക്കുറിച്ച് മാത്രമാണ്. നമുക്കൊക്കെ സ്വർഗമാണ്, നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കൂ, ആ സംഘടനക്കാരെല്ലാം നരകത്തിലാണ് എന്ന് പറയുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വൈലുൽ മുതഅല്ലീന മിനൻ നാസ്, ജനങ്ങളിൽ നിന്നും സ്വർഗവും നരകവും വിധിക്കുന്ന ആൾക്കാർക്കാണ് നാശമെന്ന് പറയൂ റസൂലേ എന്ന്. അങ്ങനെ റസൂൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഫുലാനും ഫിൽ ജന്ന വഫുലാനും ഫിന്നാർ, ഇന്ന ആൾക്കാരെല്ലാം സ്വർഗത്തിലാണെന്നും ഇന്ന ആൾക്കാരെല്ലാം നരകത്തിലാണെന്നും വിധി കൽപ്പിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്കാണ് നാശം, അവർക്കാണ് നരകമെന്ന് പറയൂ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരന്റെ വിഷയത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട, അവനവന്റെ വിഷയത്തിൽ, നമ്മുടെ സ്വർഗത്തിന്റെ വിഷയത്തിൽ നമുക്കൊരു ആശങ്ക ഉണ്ടാകണം. അള്ളാഹുവിനോടുള്ള ഒരു അടിമയുടെ ആത്മബന്ധം അത് ഭയത്തിന്റെയും അതോടൊപ്പം തന്നെ പ്രതീക്ഷയുടെയും നടുവിലാകണം. അങ്ങനെ പോകേണ്ടത്. ഈ ഉഹുദ് യുദ്ധത്തിൽ യുദ്ധം കഴിഞ്ഞ് രക്തസാക്ഷിയെ അയാളുടെ മാതാവ് ഓടി വന്നു. ആ രക്തസാക്ഷിയുടെ പുറത്തു കിടക്കുന്ന മണ്ണുകളും പൊടിയും പടലവും തുടച്ചു കളഞ്ഞിട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തന്റെ രക്തസാക്ഷിയായ മകനോട് നോക്കിയിട്ട് ഹനി ലഖൽ ജന്ന, നിനക്ക് മംഗളം, സ്വർഗം കൊണ്ട് മംഗളം ഞാൻ നേരുന്നു മകനെ, നിനക്ക് സ്വർഗമുണ്ടല്ലോ, ഈ രക്തസാക്ഷിയായെങ്കിലും നിരാശപ്പെടേണ്ട, നിനക്ക് സ്വർഗമുണ്ട് എന്ന് ഒരു വാക്ക് വിട്ട് സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാതാവിനോട് പറഞ്ഞത് എങ്ങനെയാണ് നിനക്ക് തീർത്ത് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? അരുത്, ഈ വാക്കുകൾ വേണ്ടാന്ന്, ഈ വാക്കുകൾ വേണ്ട. അവൻ അനിഷ്ടമായത് സംസാരിച്ചേക്കാം അള്ളാഹുവിന് അപ്രിയമായ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ അവരെന്റെ നന്മ തടയുന്ന വിധത്തിൽ ഈ മനുഷ്യൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ, അങ്ങനെ തിന്മകൾ പറയുകയോ തിന്മകൾ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ഒരു മനുഷ്യന്റെ പരലോകം എങ്ങനെയാണ് അള്ളാഹു തൃപ്തിപ്പെടുത്തുന്നത് എന്ന്. അതുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും മറ്റൊരാൾക്ക് സ്വർഗം പതിച്ചു കൊടുക്കാൻ അർഹതയില്ല, അവകാശമില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ കണ്ടിട്ട് എന്തൊക്കെയോ ചെറുത് ചെയ്തതിന്റെ പേരിൽ, 5 നേരം നമസ്കരിച്ചതിന്റെയോ 1-2 ഹജ്ജും ഉംറയും ചെയ്തതിന്റെയോ പേരില് നമ്മൾ വലിയ ഹാജിയായെന്നും സ്വർഗത്തിൽ നമ്മൾ ഇടമുറപ്പിച്ചു എന്നും ഒക്കെ നമുക്കൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ അത് വേണ്ട. കർമ്മങ്ങൾ കൊണ്ട് വെട്ടിപ്പിടിക്കാൻ കഴിയുന്നതല്ല അള്ളാഹുവിന്റെ സ്വർഗീയ സാമ്രാജ്യം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളും അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളുടെയും താരതമ്യം നടത്തിയാൽ അള്ളാഹു നമുക്ക് നൽകിയ കണ്ണ് എന്ന അനുഗ്രഹത്തിന്റെ അത്ര പോലും ആകില്ല. നമ്മൾ ഒരു ചിമ്മുന്ന സമയം പോലും കളയാതെ ഒരായുഷ്കാലം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി അമൽ ചെയ്താൽ പോലും പിന്നെ എങ്ങനെയാണ് നമുക്ക് സ്വർഗം ചോദിക്കാൻ കഴിയുക? ഈ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് പോലും അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റബ്ബി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയിട്ടില്ലെങ്കിൽ എന്റെ കർമ്മങ്ങൾ കൊണ്ടുപോലും എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളപ്പോഴും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഇടം പിടിക്കാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് കടന്നു കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ഉറക്കമുളച്ചിരുന്നു എന്ന് ചരിത്രം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു രാത്രി റസൂലുള്ളാഹി കാണാനില്ല എന്റെ വിരിപ്പില്. ഇരുൾമുറ്റിയ രാത്രി ഞാൻ തപ്പി നോക്കി, റസൂൽ അവിടെ ഇല്ല. എന്നോടൊപ്പം കിടന്ന റസൂലിനെ കാണാത്തത് കൊണ്ട് എല്ലാ ഭാഗത്തും തപ്പി നോക്കിയിട്ട് അവസാനം എന്റെ തലയുടെ ഭാഗത്തേക്ക് ഞാൻ കൈകൾ നീട്ടി തപ്പി നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ 2 കാൽപാദങ്ങൾ സുജൂദിലായി നാട്ടിവെച്ച അവസ്ഥയിൽ എനിക്ക് സ്പർശിക്കാൻ കഴിഞ്ഞു. പുണ്യനബി സുജൂദിലാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ടും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്, അല്ലാഹുമ്മ അഊദു ബിഅഫ്വിക ബിഇഖാബിക, അല്ലാഹുവേ നിന്റെ ശിക്ഷയിൽ നിന്ന്,
നിന്നോട് ഞാൻ എന്ത് ചെയ്യുന്നു? കാവൽ ചോദിക്കാണ്. നിന്റെ ദയ കാരണം നീ എന്നെ കാക്കണേ അല്ലാഹുവേ എന്ന് റബ്ബിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅഊദു ബിരിളാക മിൻ സഖതിക, നിന്റെ കോപത്തിൽ നിന്ന് നിന്റെ തൃപ്തിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ കാവൽ ചോദിക്കുന്നു എന്ന്. അഊദു ബിക മിൻക, നിന്നെ കൊണ്ട് നിന്നിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് ഉറക്കം എഴുന്നേറ്റ് അല്ലാഹുവിന്റെ ഹബീബ് ആ നിശയുടെ നിശബ്ദതയിൽ പടച്ചവനോട് സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ്. എത്രയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മനോനില എന്നുള്ള ആലോചിക്കണം. ഈ അള്ളാഹുവിന്റെ റസൂൽ നാളെ പരലോകത്ത് എത്ര വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കേണ്ട റസൂൽ നാളെ ആദ്യമായി സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യം തിരിച്ചറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ കോപത്തിൽ ഇടം പിടിക്കാതിരിക്കാൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ ഇടം പിടിക്കാതിരിക്കാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിന്റെ അഫുവിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ട് ഉറക്കം വിളച്ച് സുജൂദിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് സ്വർഗം ഉറപ്പിക്കാൻ കഴിയുക? നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ ഇടമുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക? തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു അടിമയ്ക്ക് വേണ്ടത് സമ്പൂർണമായ പ്രതീക്ഷയില്ല. പ്രതീക്ഷയുടെയും അതോടൊപ്പം ഭയത്തിന്റെയും ഇടയിലൂടെയാണ് ഒരു വിശ്വാസി കടന്നു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഇടം പിടിക്കാൻ, അള്ളാഹുവിന്റെ ശിക്ഷകളെ ഭയന്നുകൊണ്ട് ജീവിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.